വളരെ നിരാശാജനകമായ ഒരു വാർത്തയോട് കൂടിയിട്ടാണ് നമുക്ക് ഇന്നത്തെ വാർത്താ ദിനം ആരംഭിക്കേണ്ടി വന്നിട്ടുള്ളത്. ഏറെ പ്രതീക്ഷയോടെ ഭൗമ നിരീക്ഷണത്തിനായുള്ള EOS-09 ഉപഗ്രഹത്തെ ബഹിരാകാശത്തെത്തിക്കാൻ നടത്തിയ PSLV C-61 വിക്ഷേപണം പരാജയപ്പെട്ടിരിക്കുന്നു എന്ന വാർത്തയാണ് നമുക്ക് ISROയിൽ നിന്ന് ലഭിക്കുന്നത്. രണ്ടാം ഘട്ടത്തിന് ശേഷമാണ് ദൗത്യം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാനാകാതെ പരാജയപ്പെട്ടത്. രാവിലെ 5:59 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് PSLV C-61 വിക്ഷേപിച്ചത്. തുടക്കം ഗംഭീരമായിരുന്നു. 2 ഘട്ടങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി. നിമിഷങ്ങൾക്കുള്ളിൽ ദൗത്യം ലക്ഷ്യത്തിലെത്താത്തതിന്റെ സൂചനകൾ ലഭിച്ചു. ഇന്ത്യയുടെ ഏറ്റവും വിശ്വസ്തമായ വിക്ഷേപണ വാഹനമാണ് PSLV. ദൗത്യം ലക്ഷ്യം കണ്ടില്ലെന്ന് ISRO ചെയർമാൻ V. നാരായണൻ അറിയിച്ചു. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. Third stage motor started perfectly, but during the functioning of the third stage, we are seeing a observation, and the mission could not be accomplished. After analysis, we shall come back. Thank you. PSLVയുടെ 63ാമത്തെ ശ്രീഹരിക്കോട്ട സതീഷ് ധവാൻ സ്പേസ് സെന്ററിലെ വിക്ഷേപണത്തറയിൽ നിന്നുള്ള 101ാമത്തെയും വിക്ഷേപണമായിരുന്നു ഇത്. ഏത് കാലാവസ്ഥയിലും ഭൗമ നിരീക്ഷണം നടത്തുമെന്നും വെള്ളപ്പൊക്കം പോലുള്ള പ്രകൃതി ദുരന്തങ്ങൾ പ്രവചിക്കാനുള്ള ശേഷിയുള്ളതുമായിരുന്നു EOS-09 ഉപഗ്രഹം. അതാണ് ലക്ഷ്യത്തിലെത്തിക്കാൻ കഴിയാതെ പോയത്. ഭവ്യ പാർവതി ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ഭവ്യ, ഏറെ പ്രതീക്ഷയോടെ നമ്മൾ നോക്കി നിന്ന ഒരു ദൗത്യമാണ്. ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഭൗമ നിരീക്ഷണത്തിൽ ഏറെ നിർണായകമാകുന്ന ഒരു ഉപഗ്രഹമായിരുന്നു ലക്ഷ്യത്തിൽ എത്തേണ്ടിയിരുന്നത്. പക്ഷേ അത് ലക്ഷ്യം കാണാതെ പോയി. 3ാം ഘട്ടം വരെ എല്ലാം കൃത്യമായിരുന്നു, പെർഫെക്റ്റ് ആയിരുന്നു. പക്ഷെ അതിനുശേഷം അവിടെ നിന്ന് ലഭിച്ച ഒരു വിവരം, ISROയിൽ നിന്ന്, ആ സ്ക്രീനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ആ ദൗത്യം ഒരു പരാജയത്തിലേക്ക് പോയിരിക്കുന്നു എന്നുള്ളതാണ്. ഔദ്യോഗികമായി ചെയർമാൻ V. നാരായണൻ അത് സ്ഥിരീകരിക്കുകയും ചെയ്തു. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പരാജയം സംഭവിച്ചു എന്നതിനെക്കുറിച്ച് എന്തെങ്കിലും വിശദീകരണം ഈ ഘട്ടത്തിൽ ISRO നൽകുന്നുണ്ടോ? ഏറെ അഭിമാനത്തോടുകൂടി രാവിലെ നിൽക്കാൻ സാധിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ആ പ്രതീക്ഷകളൊക്കെ തെറ്റിയിരിക്കുന്നു. ഏറെ സങ്കടകരമായ, നിരാശാജനകമായ വാർത്തയാണ് നമ്മൾക്ക് രാവിലെ തന്നെ പ്രേക്ഷകരെ അറിയിക്കാനുള്ളത്. നമ്മുടെ ദൗത്യം അത് പരാജയപ്പെട്ടിരിക്കുന്നു. ഏറെ വേദനയോടുകൂടി രാവിലെ പ്രേക്ഷകരെ അറിയിക്കേണ്ട ഒരു സാഹചര്യമാണ്. എന്തായാലും ISRO ചെയർമാൻ V. നാരായണൻ പറഞ്ഞത് ദൗത്യം പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല. ഈ ഘട്ടത്തിൽ അദ്ദേഹത്തിന് അത്രമാത്രമേ ഔദ്യോഗികമായി പറയാൻ സാധിക്കുകയുള്ളൂ. ദൗത്യം പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല. എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമായി പരിശോധിക്കും, ഒപ്പം തിരിച്ചു വരും എന്നും അദ്ദേഹം പറയുന്നത് ഒരു പ്രതീക്ഷയാണ്. എന്തായാലും നിലവിൽ ദൗത്യം പരാജയപ്പെട്ടു എന്നാണ് പറയുന്നത്. ഏറ്റവും പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, PSLVയുടെ 63 ദൗത്യങ്ങളിൽ 59 വിക്ഷേപണങ്ങളും വിജയമായിരുന്നു. അതിൽ 2 ദൗത്യങ്ങൾ മാത്രമേ പരാജയപ്പെട്ടിട്ടുള്ളൂ എന്നുള്ളതാണ്. അതിൽ ഒന്ന് ഭാഗികമായാണ് ഒരു ദൗത്യം പരാജയപ്പെട്ടത് എന്നതാണ്. എന്തായാലും ആ കണക്കുകളിലേക്ക് PSLVയുടെ 2 പരാജയങ്ങളിലേക്ക് ഇപ്പോൾ ഒരു പരാജയം കൂടി എത്തിയിരിക്കുന്നതിൻ്റെ എണ്ണം 3 ആയിരിക്കുന്നു എന്നുള്ള ഏറെ വേദനിപ്പിക്കുന്ന, നിരാശാജനകമായ ഒരു വാർത്തയാണ് രാവിലെ തന്നെ പുറത്തു വരുന്നത്. എന്തായാലും PSLV ദൗത്യം എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ പൊതുവെ ഒരു ടെക്സ്റ്റ് ബുക്ക് ദൗത്യമെന്നാണ് പറയാറ്. PSLVയിൽ ഒരു റോക്കറ്റ് വിക്ഷേപിച്ചാൽ അത് പൂർണ്ണ വിജയമായിരിക്കുന്നു, അല്ലെങ്കിൽ അത്തരത്തിൽ വിജയത്തിലേക്ക് എത്തിയെന്ന് ഉറപ്പിച്ച് പറയാൻ പോലും സാധിക്കുന്ന ഒരു ഘട്ടം ഉണ്ടായിരുന്നു നമ്മൾക്ക്. പക്ഷേ ഇപ്പോഴിതാ ഒരു 3ാമത്തെ പരാജയം ഏറ്റുവാങ്ങിയിരിക്കുകയാണ് PSLV. അപ്പോൾ പോലും തിരിച്ചു വരുമെന്നുള്ള ISRO ചെയർമാന്റെ വാക്കുകളെ നമ്മൾ വിശ്വാസത്തിലെടുക്കുകയാണ്. എന്തായാലും
PSLV-C 63ാമത്തെ ദൗത്യം പരാജയപ്പെട്ടു എന്നുള്ള ഏറെ വേദനിപ്പിക്കുന്ന വാർത്തയാണ് രാവിലെ തന്നെ വരാനുള്ളത്. വിക്ഷേപണത്തിന് ശേഷമുണ്ടായ 3ാം ഘട്ടത്തിലാണ് തകരാറുണ്ടായത്. ആര്യ സൂചിപ്പിച്ചതുപോലെ തന്നെ തുടക്കം 2ാം ഘട്ടം വരെ പൂർണ്ണ വിജയമായിരുന്നു. സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് നമ്മുടെ റോക്കറ്റ് അത് കുതിച്ചുയർന്നത് ഏറെ അഭിമാനത്തോടു കൂടി തന്നെയായിരുന്നു. പക്ഷേ 3ാം ഘട്ടമായപ്പോൾ അവിടെ ഒരു പരാജയം സംഭവിച്ചിരിക്കുന്നു എന്നുള്ള അപ്രതീക്ഷിതമായ പരാജയം എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഈ നിമിഷത്തിൽ അതിനെ അങ്ങനെ മാത്രമേ വിശദീകരിക്കാൻ സാധിക്കുള്ളൂ. അപ്രതീക്ഷിതമായ ഒരു പരാജയമാണ് 3ാം ഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്നത്. ലക്ഷ്യം കണ്ടിട്ടില്ല, ദൗത്യം പരാജയപ്പെട്ടു എന്ന് തന്നെയാണ് ISRO ചെയർമാൻ ഈ ഘട്ടത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ISROയുടെ 101ാമത്തെ വിക്ഷേപണമാണ്. ഏറെ പ്രതീക്ഷയോടുകൂടി രാജ്യം അഭിമാനത്തോടുകൂടി നോക്കിയിരുന്ന 101ാമത്തെ വിക്ഷേപണമാണ് ഇപ്പോൾ പരാജയപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് രാവിലെ 5:59 PSLV-C 61ന്റെ വിക്ഷേപണം ഉണ്ടായത്. ഇന്നലെ മുതൽ തന്നെ സ്പേസ് കൗണ്ടറിൽ അതിന്റെ കൗണ്ട് ഡൗൺ ആരംഭിച്ചിരുന്നു. വിക്ഷേപണം ഉപഗ്രഹം 17 മിനിറ്റിനുള്ളിൽ ഉപഗ്രഹമായ EOS-09 ഭ്രമണപഥത്തിലെത്തിക്കാൻ സാധിക്കുമെന്നായിരുന്നു ISRO അധികൃതർ അറിയിച്ചിരുന്നത്. പക്ഷേ എന്നാൽ 17 മിനിറ്റിനുള്ളിൽ ഭ്രമണപഥത്തിലെത്തിക്കാൻ നമുക്ക് സാധിച്ചില്ല എന്നുള്ള ഏറെ വിഷമകരമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഏറ്റവും പ്രധാനമായി PSLV-യുടെ 63ാമത്തെ വിക്ഷേപണം കൂടിയാണ് ഇന്ന് നടന്നത്. പക്ഷെ അതാണ് ഇപ്പോൾ പൂർണ്ണമായി പരാജയപ്പെട്ടത്. ഏകദേശം 1696 കിലോഗ്രാം ഭാരമുള്ള ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ EOS-09 ആയിരുന്നു ഇന്ന് വിക്ഷേപിച്ചത്. പക്ഷേ അതിന് വിജയം സാധിച്ചില്ല. ആര്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപാട് പ്രത്യേകതകളുള്ളൊരു ഭൗമ നിരീക്ഷണ ഉപഗ്രഹത്തെയാണ് നമ്മൾ ഇന്ന് വിക്ഷേപിച്ചത്. ഏറ്റവും പ്രധാനമായി കൃഷി, വനം, ദുരന്ത നിവാരണം, നഗരാസൂത്രണം, ദേശസുരക്ഷ തുടങ്ങിയവയൊക്കെയായിരുന്നു ഈ വിക്ഷേപണത്തിന്റെ ലക്ഷ്യം. പക്ഷേ അതിന് അത് പൂർത്തീകരിക്കാൻ സാധിച്ചില്ല. ഈ ഉപഗ്രഹങ്ങളിൽ നിന്നുള്ള ഇതിന്റെ പഠനം ഏറെ നിർണായകമായിരുന്നു. പക്ഷേ അവിടെ ഒന്നും എത്താൻ സാധിച്ചില്ല എന്നുള്ള ഏറെ നിരാശാജനകമായ വാർത്തയാണ് ലഭിക്കുന്നത്. എന്തായാലും ഭൂമിയുടെ ഉപരിതലത്തിലുള്ള ഉയർന്ന റെസൊല്യൂഷനുള്ള കാലാവസ്ഥ ഇമേജിംഗ് ഒക്കെ നൽകാൻ ഈ വിക്ഷേപണത്തിന് സാധിക്കും എന്നുള്ള വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ അതാണ് അവസാനിച്ചത്. എന്തായാലും 5 വർഷമായിരുന്നു EOS-09ന്റെ ആയുസ് പ്രവചിച്ചിരുന്നത്. പക്ഷേ അത് ലക്ഷ്യത്തിൽ എത്തിയില്ല എന്നുള്ള ഏറെ നിരാശാജനകമായ വാർത്തയാണ്. പക്ഷെ അപ്പോൾ പോലും നമ്മൾക്ക് അവിടെ പ്രതീക്ഷ നൽകുന്നത് നമ്മൾ തിരിച്ചു വരും, എന്താണ് സംഭവിച്ചത് എന്ന് പരിശോധിക്കും എന്നുള്ള ISRO ചെയർമാന്റെ വാക്കുകളാണ്. എന്തായാലും PSLV-C 61 ദൗത്യം പരാജയപ്പെട്ടു എന്നുള്ള ഏറെ വേദനിപ്പിക്കുന്ന നിരാശാജനകമായ വാർത്തയാണ് ഇപ്പോൾ പങ്കുവയ്ക്കാനുള്ളത്. ആര്യ, തീർച്ചയായും ഭവ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ അപ്രതീക്ഷിതം, അപൂർവം എന്ന് വേണം ഈ ദൗത്യത്തിന്റെ പരാജയത്തെ നമുക്ക് വിശേഷിപ്പിക്കാൻ. കാരണം PSLV-യുടെ ദൗത്യങ്ങളെല്ലാം എപ്പോഴും വിജയം കണ്ടിട്ടുള്ളത് മാത്രമാണ്. വിരലിൽ എണ്ണാവുന്ന സമയത്ത് മാത്രം ഈ ഒരു ദൗത്യം പരാജയം കൂടി കണക്കാക്കിയാൽ വെറും 3 തവണ മാത്രമാണ് PSLV-യുടെ ദൗത്യങ്ങൾ പരാജയപ്പെട്ടിട്ടുള്ളത്. ബാക്കി 59 തവണയും ഇത്തരത്തിൽ വിജയം കൈവരിച്ചിട്ടുള്ള PSLV-ക്ക് എന്ത് സംഭവിച്ചു എന്നുള്ള ചോദ്യമൊക്കെ അവശേഷിക്കുകയാണ്. വിശദമായ ഒരു കുറിപ്പ് സോഷ്യൽ മീഡിയയിലൂടെ ജനങ്ങളുമായി പങ്കുവെക്കാമെന്നുള്ളതും ISRO ആദ്യ ഘട്ടത്തിൽ തന്നെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് ISRO തന്നെയാണ് ഈ കാര്യത്തിൽ ഔദ്യോഗികമായി വിശദീകരണം നൽകേണ്ടത്. അതിനപ്പുറമുള്ള വിശകലനങ്ങളൊന്നും നടത്താൻ നമ്മൾ ആരും പ്രാപ്തരല്ല എന്നുള്ളതാണ്. എന്തായാലും അതിനുവേണ്ടി കാത്തിരിക്കാം. PSLV-യുടെ 63ാമത്തെയും ശ്രീഹരിക്കോട്ടെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിലെ വിക്ഷേപണത്തറയിൽ നിന്നുള്ള 101ാമത്തെയും വിക്ഷേപണമായിരുന്നു ഇത്. വളരെ അഭിമാനത്തോടെ, വളരെ ആകാംക്ഷയോടെ നമ്മൾ കാത്തിരുന്നതാണ്. ഏത് കാലാവസ്ഥയിലും ഭൗമനിരീക്ഷണം നടത്തുമെന്നും വെള്ളപ്പൊക്കം പോലുള്ള പ്രകൃതി ദുരന്തങ്ങൾ പ്രവചിക്കാൻ ശേഷിയുള്ളതുമായ അതിർത്തിയിൽ സാഹചര്യങ്ങൾ വിലയിരുത്താനും ഒക്കെ ശേഷിയുള്ള EOS-09 എന്ന ഉപഗ്രഹമായിരുന്നു നമ്മൾ വിക്ഷേപിക്കാൻ ഇരുന്നത്. പക്ഷേ ആ ദൗത്യമാണ് ഇപ്പോൾ പരാജയപ്പെട്ടിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ ISROയിൽ നിന്ന് വരും മണിക്കൂറുകളിൽ വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഭവ്യ പാർവതിയാണ് വിശദാംശങ്ങൾ നൽകിയത്.